ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ബിരിയാണിക്കുള്ള റൈസ് ഇതുപോലെ 3 കപ്പിൽ എടുത്തിട്ടുണ്ട്. ബസ്മതി റൈസാണ്, അത് കഴുകി മാറ്റി വെക്കണം. അപ്പോൾ ഇതാ നമുക്ക് പെരുന്നാളിന് ഒലുവറുത്തിറച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു ജ്യേഷ്ഠൻ്റെ വീട്ടിൽ നിന്ന്. ഇത് 1 കിലോനോളം ലാമ്പാണ് കേട്ടോ, ആട്ടിറച്ചിയാണ്. അപ്പോൾ 1 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂണ് നമ്മുടെ പച്ചമുളക്, പിന്നെ 1 ടീസ്പൂണ് ജിഞ്ചർ ചതച്ചതും കൂടിയിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ചില്ലി പൗഡർ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 4 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കുക്കറിൽ എങ്ങനെയാണ് കണക്കെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോളൂ. അപ്പോൾ ഇനി നമുക്ക് മസാല ഉണ്ടാക്കണം. അപ്പോൾ ഞാനൊരു പാനിലേക്ക് നമ്മുടെ ഒനിയന് ഫ്രൈ ചെയ്ത് വെച്ച ഓയിലാണ് കേട്ടോ അത്. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മസാലകളെല്ലാം ഉണ്ട്. 1/4 ടീസ്പൂണ് നല്ല ജീരകം, 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം, ഒരു 5 ഏലക്ക, പിന്നെ 2-3 ചെറിയ ബേ ലീഫ്, 5-6 ഗ്രാമ്പു, ഒരു 4-5 അല്ലി ജാതിപത്രിയുടെ ലീഫ്, അതും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ 3 ഒനിയന് മീഡിയം സൈസ് സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഒനിയന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 ടീസ്പൂണ് ജിഞ്ചർ, 2 ടീസ്പൂണ് ഗാർലിക്ക്, 2 ടീസ്പൂണ് പച്ചമുളകും കൂടിയിട്ട് ചതച്ചത് ഇട്ട് കൊടുക്കണം. ഈ പച്ചമുളക് അത്യാവശ്യം എരിവുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ നോക്കിയിട്ട് ചേർത്താൽ മതി. ഞാൻ ഇച്ചിരി സ്പൈസി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ 2 മീഡിയം സൈസ് ടൊമാറ്റോയും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, 2 ടേബിൾ സ്പൂണ് ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല, പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പില, മിൻറ്റ് ലീഫ്, അതുപോലെ കൊറിയാണ്ടറിൻ്റെ ലീഫും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലത്തെ പച്ചമണം എല്ലാം മാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 4 വിസിലിന് ശേഷം നമ്മുടെ ഇറച്ചി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഇതാ വേവിച്ച ഇറച്ചിയെല്ലാം നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ വേവിച്ച ഗ്രേവി ഉണ്ടല്ലോ, അതിൽ നിന്ന് ഞാൻ 2 തവി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിലൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇപ്പം നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/4 ടീസ്പൂണോളം നല്ല ജീരകം വറുത്ത് പൊടിച്ചതാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലത്തെ വെള്ളം ഒന്ന് വറ്റി കിട്ടണം. അപ്പോൾ അതാ അതിലത്തെ ഗ്രേവിയൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ഉണ്ട് കഴിക്കാൻ. പിന്നെ നല്ല ജീരകമൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ല ഫ്ലേവറാണ്, നല്ല സ്പൈസിയും ഉണ്ട് അത്യാവശ്യം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ലാമ്പ് മാഞ്ഞാലി ബിരിയാണിയും കൂടി ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഇനി നമുക്ക് ലാമ്പിൻ്റെ മാഞ്ഞാലി റൈസ് ഉണ്ടാക്കണം. അപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ ഒനിയനൊക്കെ ഫ്രൈ ചെയ്ത ഓയിലാണ്. അത് ഞാൻ 3 തവി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിൻ്റെ സ്പൈസസ് ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം, 5-6 ഗ്രാമ്പു, 2-3 ചെറിയ പീസ് പട്ട, പിന്നെ 4-5 ഏലക്ക, ഒരു ചെറിയ പീസ് ജാതിപത്രി, 2-3 ചെറിയ ലീഫ് ഉണ്ട് കേട്ടോ, ബേ ലീഫ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ കുറച്ച് ഒനിയന് ചെറുതാക്കി ചോപ്പ് ചെയ്തത് അതും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് വഴന്നു വന്നതിന് ശേഷം നമ്മൾ ആദ്യം ചതച്ച് വെച്ചില്ലേ, അത് ഒരു 1/4 ടീസ്പൂൺ ഈച്ച് എല്ലാതും ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി അരി വേവിക്കാനുള്ള വെള്ളമാണ് വേണ്ടത്. അപ്പം ഞാൻ 3 കപ്പ് അരിക്ക് 6 കപ്പാണ് നമ്മൾ സാധാരണ ഒഴിക്കുക. അപ്പോൾ 5 കപ്പ് വെള്ളം, ബാക്കി 1 കപ്പ് നമ്മൾ ലാമ്പ് വേവിച്ച വെള്ളമാണ് കേട്ടോ, അതും കൂടിയിട്ട് ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കറി ലീഫും നമ്മളെ പുതിന മല്ലിച്ചപ്പും കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പം നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ട് ഞാൻ അരി ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ക്യാമറ ഓഫായി പോയിട്ടോ. അപ്പോൾ അത് അരി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിന് മുന്നേ ബീഫ് മാഞ്ഞാലി ബിരിയാണിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതും ട്രൈ ചെയ്ത് നോക്കണം, ഇതും ട്രൈ ചെയ്ത് നോക്കുക. രണ്ടും വെവ്വേറെ ടേസ്റ്റാണ് കേട്ടോ. ചോറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയനും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലാമ്പിൻ്റെ മാഞ്ഞാലി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ, എല്ലാതും ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ. എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബും കൂടി ചെയ്തേക്കണേ. പിന്നെ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.